കുറേ ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാൻ തേക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല കറുത്ത എണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കുറേ ദിവസമായി ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം മൈലാഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. മൈലാഞ്ചി പൊടി ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ എടുക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് വെച്ചത് കാണാതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. രണ്ടും ഓരോ സ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട്. ഇൻഡിഗോ പൗഡറും 1 സ്പൂണ് മൈലാഞ്ചിപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നീരെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല കറുത്ത എണ്ണയാണ് കേട്ടോ. ഈ മുടിയൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ വെളുത്ത് വരുന്നവർക്കില്ലേ, നമ്മുടെ നരയൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന അവർക്കൊക്കെ തേക്കാൻ പറ്റിയ ഒരു എണ്ണയാണിത്. ഞാനിത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് അത് അന്നൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിന് പകരം നമുക്കിതിൽ നെല്ലിക്ക നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇത് ഞാനിപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളമായി മുടിയൊന്നും നനയ്ക്കാതെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒട്ടും ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റാത്തത്രയും സുഖമില്ലാതായപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഡൗൺ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മുഖത്ത് തേക്കുന്ന ഫേസ് പാക്ക് ഇടാനോ തലയിൽ തേക്കുന്നതോ മാസ്കോ അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊന്നും പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ ഉപയോഗിക്കുന്നതും കൂടെ നിങ്ങൾ കാണുമ്പോഴാണ് അത് എത്ര എഫക്റ്റീവാണ്, അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങാം. വൈറൽ ഫീവർ പിടിച്ചതാണ്, പക്ഷെ അതങ്ങ് മാറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈലാഞ്ചിപ്പൊടിയും ഇൻഡിഗോ പൗഡറുമാണ്. ഞാനിവിടെ ഖാദിയുടെയാണ് ഇൻഡിഗോ പൗഡർ വാങ്ങിക്കാറ്. പല വീഡിയോസിലും കാണിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ് എടുത്താലും മതി, ഗ്ലാസ് കണക്കിനാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദിവസം തലയൊന്നും കഴുകാത്തതുകൊണ്ട് നല്ല ഡാൻഡ്രഫും അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലും അത്യാവശ്യം ഡസ്റ്റൊക്കെ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ കുറേ തല കഴുകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എല്ലാ അസ്വസ്ഥതകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കൂളിംഗ് എഫക്റ്റുമാണ് ഈ ചൂട് കാലത്ത്. മുടി നരച്ച് തുടങ്ങുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കിടിലൻ ഓയിലാണിത് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്തോറും ഇത് കറുത്താണ് ഇരിക്കുക കേട്ടോ. നമ്മളിതിൽ ഇൻഡിഗോ പൗഡറും മൈലാഞ്ചിപ്പൊടിയും പിന്നെ ചെറുനാരങ്ങ നീരുമാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ തിള വരും. നല്ല ഹൈ സ്പീഡിൽ ഇട്ട പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ലോ ഫ്ലെയിമിലാണ് എടുക്കുന്നത്. എണ്ണ കണ്ടോ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇത് ഞാൻ ഇതുപോലെയൊക്കെ ഒരാഴ്ചയൊക്കെ തല കഴുകാതെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് തല കഴുകുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എണ്ണയാണ് ഇത്. നമ്മൾ തലയിൽ തേക്കുന്നതിനും ഒരു കണക്കുണ്ട്. നമ്മളിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അത്രയും പൊടിയാണ് നമ്മൾ ഈ മൈലാഞ്ചി പൊടിയൊക്കെ. നമ്മൾക്ക് അങ്ങനെ തരിയൊന്നും വരാനുള്ളതായിട്ടില്ല, മൂപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇപ്പോൾ അതാ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ ഇത് മുടിയൊക്കെ ഇങ്ങനെ നരച്ച് വരുന്ന എന്നെ പോലെയുള്ളവർക്ക് ഞാൻ പലപ്പോഴും മുടിയൊക്കെ കാണിക്കാറുണ്ട് നര വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു എണ്ണയാണ് കേട്ടോ. അസുഖം വന്നാൽ മാത്രമല്ല മുടി നരയ്ക്കുന്നവർക്കും പറ്റിയൊരു എണ്ണയാണ്. വെറും 3 ചേരുവയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തലയൊക്കെ നിന്ന് ചെറിയൊരു ചൂടിൽ നമ്മൾ തേക്കേണ്ടത് കേട്ടോ. ഇത് ശരിക്കും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക കണ്ടോ, ഇതുപോലെ ഇരിക്കുക കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് തേക്കേണ്ടത്. ഇതിലങ്ങനെ അടിയിലിങ്ങനെ ഊറി വരുന്നൊരു പാകത്തിനൊന്നും നമ്മൾ ഒത്തിരി തിളപ്പിച്ചെടുത്തിട്ടില്ല. ആകെ 1-2 മിനിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂട് വേണം. ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല. ഞാനിത് ഉണ്ടാക്കുന്നത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജലദോഷവും അതുപോലെ വൈറൽ ഫീവർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമ്മളത് റിക്കവറായി കിട്ടാൻ. അപ്പോൾ ഇതാണ് ഈ ഓയിലിൻ്റെ ഒരു
കറക്റ്റായിട്ടുള്ളൊരു കളർ, നല്ല കറുത്ത കളറാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണിത്. ശരിക്കും എണ്ണ പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് വരും. അതാണ് ഈ ഇൻഡിഗോ പൗഡറിൻ്റെ ഒരു രഹസ്യം, അതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ കുറേ ദിവസമായി ഫേസ് പാക്ക് ഇടാറില്ല. അതുപോലെ തന്നെ ശരിക്കും നമ്മൾക്കിങ്ങനെ എണ്ണ ഇടാനൊന്നും പറ്റാറില്ല കേട്ടോ. ഞാൻ മുടി എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഹോട്ട് ഓയിൽ മസാജ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷാമ്പു തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഷാമ്പു ഒരു 2-4 ഡ്രോപ്പ് മാത്രം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് എണ്ണയൊക്കെ തലയിൽ പോകും കേട്ടോ. എനിക്ക് അതിൻ്റേതായ ഒരു ആവശ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ ഇതാണ് കാരണം. ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ.